അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതുവരെ തിന്നിട്ടും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എന്താവും നമുക്ക് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഓട്സ് കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോകാം. എന്താവും അറിയില്ല. ഓട്സ് കൊണ്ട് ഒരു ദിവസം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. അതേപോലെ അതിനോട് കഞ്ഞി വെച്ച് കുടിക്കലുണ്ട്, വിരകി തിന്നലൊക്കെ ഉണ്ട്. പക്ഷെ പുട്ട് നമ്മൾ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ രാവിലത്തെ നമ്മളെ ചായക്കടി ഓട്സ് പുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടി കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ വരി നിങ്ങൾ ആരെങ്കിലും കണ്ടിടോ ഇല്ലേ, ഉണ്ടാക്കിനോ തിന്നണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടേണ്ടിട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഓട്സ് പുട്ടിക്ക് ആവശ്യമുള്ളതാട്ടോ ഒരു ക്യാരറ്റ് എടുത്തത്. ക്യാരറ്റിനെയും ഓട്സിനെയും മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാരറ്റ് രണ്ടും കൂടി ഒപ്പിട്ടാൽ ഇത് റെഡി ആവില്ലെന്ന്. അതുകൊണ്ട് ഇതിനെ വേറെ കറക്കട്ടിട്ട് വന്നിട്ട് പിന്നെ രണ്ടും കൂടി ഒപ്പിട്ടിട്ട് ഒന്ന് ഇതാക്കുക. അപ്പൊ ഉമ്മച്ചി പറഞ്ഞാൽ അങ്ങനെ നല്ലത്. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ആക്കാം. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ കാട്ടണെന്നുള്ളത്. ഉപ്പിട്ടാലേ അരിയൂല വിചാരിച്ചാണ്ട് ഞാൻ ആദ്യം ഇതിനെ കറക്കിയത്. പക്ഷെ ഇത് നല്ല പെട്ടെന്ന് ആയിന് കേട്ടോ. ഇനി ഇതിക്ക് നമുക്ക് ഓട്സും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ പുട്ടുക്കുള്ള തേങ്ങ തമ്പച്ച് ചിരക്കുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്ക് നമുക്ക് സ്പെഷ്യലാണ്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഓട്സും പിന്നെ ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടോ. ഇനി ഇതിനും കൂടി നമുക്കൊന്ന് കറക്കിയെടുക്കാം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ആ ക്യാരറ്റിന് തന്നെ നല്ല നനവുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട. അപ്പൊ ഇതിനും കൂടി ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. എന്താവും നമുക്ക് ഉണ്ടാക്കി നോക്കാം. ക്യാരറ്റ് ഓട്സ് ഇതന്നെ കറക്കി എടുത്തിട്ടോ. സെറ്റ് ആയിന് വിചാരിച്ചോണൊക്കെ ആയിന് കേട്ടോ. നമുക്ക് ചുട്ടൊക്കെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കല്ലേ. അപ്പൊ ഇത് എന്താവും തിന്നാൻ പറ്റല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാനും പിന്നെ ഉള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഉണ്ടാക്കി നോക്കെ ഏതായാലും എന്താവും എന്നുള്ളത്. രസം ഉണ്ടാവും എന്നാ തോന്നണത്. തേങ്ങ ഇതും അല്ലേ, വരുമ്പോ രസം ഉണ്ടാവുമായിരിക്കും. ഏതായാലും തിന്നു നോക്കട്ടെ. രസം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയട്ടോ. അപ്പൊ നിങ്ങളും ഉണ്ടാക്കി നോക്കണ്ടേ. ഞാനും ഉമ്മി ഒറ്റക്കായോണ്ടട്ടെ അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യണത്. ഓരാരും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയൊന്നും ചെയ്യൂല. കാരണം കൊളായാലും പോയില്ലേ. ഞാനും ഉമ്മി ഒറ്റക്കാവുമ്പോ പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പൊ ബാവക്ക് രാവിലെ പോവാനും ഉമ്മ എന്താ ദോശയൊക്കെ അരിയൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ട് അതൊക്കെ അരച്ച് ചുട്ടു അത് കൊടുത്ത് പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ ഐസമ്മക്ക് വേണമെങ്കിൽ ഓക്കും മാവില്ലമ്മ, ഓക്കും വേണമെങ്കിൽ ഓക്കും ദോശ ഇട്ട് കൊടുക്കാം. എനിക്കും ഉമ്മാക്കും ഇത് തിന്നാന്നാ ഞങ്ങള് വിചാരിച്ചത്. പിന്നെ എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, സുഖം കേട്ടോ. അപ്പൊ എല്ലാരും കമന്റും ലൈക്കും ഒക്കെ ഇടേണ്ടി. ഇമ്മറിയ എനിക്ക് സുഖമൊന്നും ഇല്ലല്ലോ. സുഖമൊക്കെ സുഖമായി വരുന്നുള്ളൂ കേട്ടോ. എന്നാലും നമ്മള് പറയുമ്പോ അങ്ങനെ പുട്ടിനതാ വേഗം ആവിയൊക്കെ വന്നു കേട്ടോ. ഉണ്ടോ എത്ര അറിയില്ല, വെച്ചടനെ ആവിയൊക്കെ വന്നിക്കണ്. നല്ല മണൊക്കെ വരുന്നുണ്ട് ഓട്സിന്റെ. ഓട്സ് പുട്ട് റെഡി ആയിട്ടോ. സക്സസ് ആയി വന്ന്. കുറച്ചൊരു വെള്ളക്കുറവിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. അത് പൊടിയുണ്ട്. പക്ഷെ കുറച്ചേരം നമ്മളിങ്ങനെ വെക്കുമ്പോ പ്രശ്നമില്ല. കണ്ടില്ലേ, നല്ല സെറ്റായി വന്നു കേട്ടോ. അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കേണ്ടി. അടിപൊളിയാണ്. ഉമ്മ തിന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉമ്മക്ക് നല്ല ഇഷ്ടമായി പറഞ്ഞ്. തേങ്ങ ഉള്ളോല് തേങ്ങ നല്ലോണം ഇട്ടോണ്ട് കേട്ടോ. തേങ്ങയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. തേങ്ങ ഞാൻ അത്യാവശ്യം കണ്ടില്ലേ നിറച്ചു ഇട്ടിക്കണ്. അതുകൊണ്ട് തന്നെ ഈ തേങ്ങ അതിന്റെ ഇടയിൽ ഇങ്ങനെ കടിച്ചുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ തേങ്ങ ഉള്ളൂല് തേങ്ങ എല്ലാം ഇട്ടോണ്ട് ടേസ്റ്റ് കൂടും. നമ്മള് പുട്ടൊക്കെ അടിപൊളിയായി വന്നു കേട്ടോ. വിചാരിച്ചതിനൊന്നല്ല, ഞാൻ അത്രക്കൊന്നും വിചാരിച്ചില്ല കേട്ടോ. രസം ഉണ്ടാവുന്നൊന്നും കരുതിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇമ്മക്ക് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട്. ഞാൻ സത്യം പറയല്ലേ, ഉണ്ടാക്കിയപ്പോ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല രസം ഉണ്ടാവും കേട്ടോ. കാരണം ഈ ഓട്സിൻ്റെതല്ലേ. അപ്പൊ അത്ര ഒരു ഇത് ഉണ്ടാവുന്നൊന്നും കരുതിയില്ല. മുന്നൊരു ദിവസം അതേപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിനി ഓട്സിന്റെ. അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പൊണ്ണും ഉണ്ടായിനി. അപ്പൊ ഓള് പറഞ്ഞെന്ന് കണ്ട് അങ്ങനെ ഉണ്ടാക്കിനിയത്. ഇത് ഞാൻ ഫോണിൽ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഫോണിൽ കണ്ടൊന്നും അങ്ങനെ റെഡി ആവലില്ല. ഏതായാലും ഉണ്ടാക്കി വെക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതിന്. പക്ഷെ സംഭവം അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിനത്, പിന്നെ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല. ഇനി അതൊരു 1.5 വേണ്ടിനി തോന്നുന്നു. ഞാൻ അടുത്ത ഓട്സ്ക്ക് ക്യാരറ്റിന് ഒരു വെള്ളം പോണാണ്. പക്ഷെ ഒരു 1.5 ക്യാരറ്റ് വേണ്ടിനി തോന്നുന്നുണ്ട്. പക്ഷെ സംഭവം അടിപൊളി, തിന്നാനൊക്കെ നല്ല രസം. നമ്മൾ വിചാരിച്ചോളൊന്നുമല്ല, ഓട്സിന്റെ ഇതാണെന്ന് തോന്നണില്ല. നല്ല രസമുണ്ട്. നിങ്ങളൊന്നും ഉണ്ടാക്കി വെക്കണ്ടിട്ടോ. ഉണ്ടാക്കാത്തോലൊക്കെ അടിപൊളിയാണ്. പിന്നെ
ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണല്ലോ. ഇമ്മാക്ക് ഷുഗറായിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ എന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൊടുക്കാം. സാധാരണ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഉമ്മ വേഗം നീച്ചിട്ട് ചായക്കടി ഉണ്ടാക്കലും ഇതാക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇങ്ങനത്തതൊന്നും ഉണ്ടാക്കലും തിന്നലൊന്നും നടക്കൂല. അപ്പോൾ ഇന്ന് ആരും ഇല്ലാണല്ലോ. അപ്പോൾ ഇന്ന് ഇതൊന്ന് പരീക്ഷിച്ചൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ട്ടോ നമ്മളെ വീഡിയോ. കുഞ്ഞു വീഡിയോ. രാവിലെ ചായക്കടീൻ്റെ വീഡിയോ. ഇന്ന് തന്നെ ഞാൻ ഉച്ചക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുവരെ വീഡിയോയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഉച്ചക്കത്തെ അല്ല ഞാൻ വീഡിയോ വേറെ ആയിട്ട് എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഈ വീഡിയോ ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.